നേര്യമംഗലം വനമേഖലയിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിഷയത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ വൻപിച്ച പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി ചെയർമാൻ PM ബേബി പറഞ്ഞു. ദേശീയപാത 85ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ 15 ദിവസത്തിനുള്ളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ വമ്പിച്ച പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി ചെയർമാൻ PM ബേബി പറഞ്ഞു. മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി അപകടകരങ്ങളായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് നിരവധി ഉത്തരവുകളാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ തികഞ്ഞ അവഗണനയും ആ കാര്യത്തിൽ നിഷേധാത്മക നിലപാടും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ ഹൈവേ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അവസാനമായി തീരുമാനമെടുത്തിട്ടുള്ളത് അടുത്ത 15 ദിവസത്തിനകം മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഉള്ള ഉത്തരവ് നടപ്പിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ ഒരു സമരം 21-ാം തീയതി ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരം പ്ലാൻ ചെയ്യുകയാണ്. അക്കാര്യത്തിൽ നാഷണൽ ഹൈവേ ഉപരോധം ഉൾപ്പെടെ മരങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ട് ബഹുജനങ്ങൾ മരങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ടുള്ള ഒരു സമരമായിരിക്കും അന്ന് നടത്താൻ ഉദ്ദേശിക്കുക. കാരണം കഴിഞ്ഞ ജില്ലാ കളക്ടർ ശ്രീമതി ഷീബ ജോർജ് തന്നെ DFOയോട് ഇനിയുണ്ടാകുന്ന അപകടങ്ങൾക്ക് ഉത്തരവാദി DFO ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഉത്തരവ് കൊടുത്തിട്ടാണ് കഴിഞ്ഞ അവരെ പിരിഞ്ഞു പോകുന്നതിൻ്റെ തലേദിവസം തന്നെ കൊടുത്തിട്ടാണ് പോയത്. പക്ഷെ അതിനുശേഷം ഒരു മരം ഒരു ബസ്സിൻ്റെ മുകളിൽ വീണു, അങ്ങനെ അപകടം ഉണ്ടായിട്ടുണ്ട്. ആ ബസ്സിന് ഭീമമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടായി. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ഈ വഴിയിൽ അപകടകരമായി ഇരുവശത്തും ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ട് മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള ഒരു ഗവൺമെന്റിന് ആ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. വനം വകുപ്പ് ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുകയാണെന്നും മരങ്ങൾ മുറിച്ചു മാറ്റാത്ത പക്ഷം ദേശീയപാത ഉപരോധവും മരങ്ങൾ മുറിച്ചു നീക്കിയുള്ള പ്രതിഷേധ സമരവും സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. Al Azhar Group of Institutions, 16 institutions offering 56 plus programs, serving 7,000 plus students. Al Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, founder, chairman, Al Azhar Group of Institutions, Thodupuzha, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, an expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al Azhar Group of Institutions, Thodupuzha.